എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റ്. അപ്പൊ ഇവിടുത്തെ ദൈവദാസനെ വിശ്വസിച്ച, തന്നിൽ കൂടി വീര്യങ്ങൾ നടന്നാൽ, തന്നിൽ കൂടി അത്ഭുതങ്ങൾ നടന്നാൽ അനേകര് കടന്നു വരുവാനും അനേകർ യേശുവിൽ വിശ്വസിപ്പാനും ഇടവരും. ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് അനേകര് വന്നു സ്നാനമേറ്റ് ദൈവത്തോട് ചേർന്നെങ്കിൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ദാസന്റെ മേൽ ഇറങ്ങണം. അദ്ദേഹം യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 12 വായിച്ച്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നതുകൊണ്ട് ഇതിൽ വലുത് ചെയ്യും. വായിച്ചേ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു പറയുകയാണ്, യേശു എവിടെ ഇരിക്കുകയാണ്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു എവിടെ ഇരിക്കുകയാണ്? മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യുമെന്നാണ്. അപ്പൊ യേശു മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം ചെന്ന് ലാസറെ ഉയർപ്പിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഈ അധികാരം ദൈവം തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേ? യേശു ചെയ്തതുപോലെ ചെയ്യുവാൻ, അതിൽ അധികമായി ചെയ്യുവാൻ. യേശു ചെയ്തതുപോലെ ചെയ്യുവാനും അതിൽ അധികമായി ചെയ്യുവാൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ലേ? ലാസ്റ്റ് വായിച്ചേ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും ചെയ്യും. അപ്പോ ഇന്ന് യേശു എവിടെ ഇരിക്കുന്നു? പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ആ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നുണ്ട്, അതിൽ വലുത് ചെയ്യുമെന്നാണ്. അപ്പോൾ യേശു മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം ചെന്ന് ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാണ്. അങ്ങനെ എൻ്റെ അനുഭവത്തിലുണ്ട്, ഇല്ലെന്നല്ല പറയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അതിനുള്ള അധികാരം തന്നിരിക്കുകയാണ്. യേശു ചെയ്തതുപോലെ ചെയ്യുവാൻ, അതിനധികം ചെയ്യണ്ട. യേശു അനേക കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധീകരിച്ചെങ്കിൽ നമുക്കും ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം നമുക്ക് അധികാരമുണ്ട്, തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ RCC അല്ല, മെഡിക്കൽ കോളേജിൽ 2 വാറുണ്ട് ക്യാൻസർ. ഇപ്പോഴാണ് അകത്ത് കയറ്റാറ്, മറ്റെല്ലാ ദിവസവും ഞാൻ പോവുകയാണ്. ഒരു മുസ്ലിം പെണ്ണിനോട് ഞാൻ പറഞ്ഞു, നീ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ക്യാൻസർ മാറും. യേശുവിനെ രക്ഷയിതാവായി സ്വീകരിച്ചാൽ നിന്റെ ക്യാൻസർ മാറുമെന്ന് പറഞ്ഞു. അവൾ യേശുവിനെ രക്ഷയിതാവായി സ്വീകരിച്ചു. തൊട്ടടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. കുറച്ചാൾ കഴിഞ്ഞിട്ട് ആ സഹോദരി വിളിച്ചു പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിൻ്റെ അടുത്ത് പറയണം, എൻ്റെ ക്യാൻസർ മാറി, ഞാൻ മരിക്കുന്നത് വരെ യേശു ക്രിസ്തു വിശ്വസിക്കും. എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യം അറിയത്തില്ല. ദൈവം ഇന്നും വീര്യം ചെയ്യുന്ന ദൈവമാണ്. ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഒരിക്കൽ അഞ്ചൽ കോൺവെന്റിൽ ഒരു കന്യാസ്ത്രീ കിടക്കുകയാണ്, ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസർ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പ്രാർത്ഥിക്കേണ്ട. പ്രാർത്ഥിച്ചോ. അപ്പം ഞാൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞു, യേശുവിനെ രക്ഷയിതാവായി സ്വീകരിപ്പിച്ചു. അവർ പറഞ്ഞത് എൻ്റെ ക്യാൻസറുമാണ്. ഞാൻ പറഞ്ഞു, യേശുപ്പം മാറ്റി. അവർ കുറച്ചാൾ അവർ ബ്ലഡ് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു, കീമയ്ക്കായിരുന്നു. അവരൊരു 11:30 രാത്രിയോട് വിളിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, പാസ്റ്റർ എനിക്ക് നേരിട്ട് കാണാം, എൻ്റെ ക്യാൻസർ മാറി. പക്ഷെ അവർ നേരത്തെ വെട്ടുകാട്, ശംഖൂത്തിൻ്റെ അടുത്തുള്ള വെട്ടുകാട് കോൺവെൻറ്റിൽ ഇരുന്നവരാണ്. പാസ്റ്ററിൻ്റെ വീട്ടിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ചെന്ന് ഇവിടെ വരുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞു, കോൺവെൻറ്റിൽ വരുമ്പോൾ ദൈവം വീര്യം ചെയ്യുന്ന ദൈവമാണ്. യേശു ക്രിസ്തു ചെയ്തതുപോലെ നമുക്ക് ചെയ്യുവാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ യേശു എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തതിലും
അധികം ചെയ്യുമെന്നാണ്. അധികം ചെയ്യും. യേശു ചെയ്തതിനേക്കാൾ ഉപരി അധികമായിട്ട് ചെയ്യാനുള്ള അധികാരം ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാം അത് പ്രാപിച്ചെടുക്കണം. ഈ ഉയരത്തിലെ ശക്തി നാം പ്രാപിക്കണം. ഉയർപ്പിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മിൽ കൂടി വീര്യൻ ദൈവത്തിന് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാൻ ഇത് പറയുന്നതല്ല. ചിലപ്പോൾ ഈ മെസ്സേജ് ഞാൻ എല്ലാവരും ഇടുന്നതാണ്. കന്യാസ്ത്രീയുടെയും പെണ്ണിൻ്റെ ഒന്നും ഇതില്ല. ഒരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു സുരേഷ് എന്ന് പറയുമ്പോൾ കാട്ടാക്കട താമസിക്കുന്നവനാണ്. കാട്ടാക്കടയാണ് ഇപ്പോഴും. നേരത്തെ വലിയ ഞങ്ങളുടെ അടുത്തായിരുന്നു. എൻ്റെ കൂടെ കുറച്ചാൾ മേസ്ത്രിയാണ്. കുറച്ചാൾ എൻ്റെ കൂടെ സുവിശേഷ പ്രവർത്തനത്തിന് വരും. അപ്പോൾ ഒരിക്കൽ ഒരു കൊട്ടാരക്കടയുള്ള അമ്മച്ച, നല്ല തീഷ്ണതയുള്ള അമ്മച്ചിയാണ്. നല്ല പ്രായമുണ്ട്. ജയസിനെ പോലെ ഇരിക്കും ഏകദേശം. പാസ്റ്റർ ഞാനത് എൻ്റെ കൂടെ വന്ന ആളെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, പാസ്റ്റർ സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ക്യാൻസർ മാറുമെന്ന് കൊട്ടാരക്കട ഒരു സഹോദരി പറഞ്ഞയച്ചത്. കൊട്ടാരക്കരയുള്ള ഒരു സഹോദരി പറഞ്ഞത്. ഇവരെല്ലാം ചൂടോടെ ഇരിക്കുകയാണ് ഈ അമ്മ, നല്ല പ്രായമുള്ളത്. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നവരെ കൊണ്ട് പ്രാർത്ഥിച്ചെന്നിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചെന്ന്. അപ്പം ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. മാറ്റമുണ്ടോ? യേശുവല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്തതിലും അധികം ചെയ്യാം. ഞാൻ പിതാവിന്റെ വലതുഭാഗത്ത്. യേശു ആരാണ്? എബ്രായലേഖനം 7:25 വായിച്ച്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതുകൊണ്ട്